വർക്കല തുരപ്പും ചരിത്രവും. തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അനന്തപുരിയിൽ നിന്നും കൊച്ചി രാജ്യത്തിലേക്ക് യാത്ര ചെയ്യുവാൻ 4-5 ദിവസം എടുത്തിരുന്നൊരു കാലം. കുതിരകളെയും കാളകളെയും കെട്ടിയ വില്ലുവണ്ടികൾ ചെമ്മണ്ണ് റോഡിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിച്ചുന്ന ഒരു കാലം. ചരക്കു നീക്കത്തിനും ദൂരയാത്രക്കും ചരക്കുവള്ളങ്ങൾക്കും കെട്ടുവള്ളങ്ങളും പുഴയിലൂടെയും കായലുടെയും സഞ്ചരിക്കുന്ന ഒരു കാലം. ചുരുക്കത്തിൽ മോട്ടോർ വാഹനങ്ങളെ എന്തിന്, സൈക്കിളിനെ പറ്റി പോലും ചിന്തിക്കാതിരുന്നൊരു കാലം. അങ്ങനൊരു കാലമുണ്ടായിരുന്നു ഈ കൊച്ചു കേരളത്തിന്. അന്ന് അനന്തപുരി എന്ന തിരുവനന്തപുരം മുതൽ ഷൊർണൂർ വരെ രാജകീയ പ്രൗഢിയോടെ വർത്തിച്ചിരുന്ന മലയാള നാടിൻ്റെ സ്വന്തം ജലപാതയായ TS കനാലിൻ്റെ, അതായത് തിരുവനന്തപുരം ഷൊർണൂർ കനാൽ ഭാഗമായ പാർവതി പുത്തനാറിൻ്റെ കഥയാണിത്. തെക്കേ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് പാശ്ചാത്യർ പാടിപ്പുകഴ്ത്തിയ മനുഷ്യനിർമ്മിതിയിൽ ഉദയം ചെയ്ത പാർവതി പുത്തനാറിൻ്റെ ചരിത്രകഥ ഇന്ന് ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം കാതിൽ വീഴുന്ന ഒരു പേരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പാർവതി പുത്തനാർ എന്ന നാമം. അത് അപകടങ്ങളുടെ പേരിലാണ് അധികവും. ഇന്ന് തിരുവനന്തപുരം കൽപ്പാക്കടവിൽ, അതായത് ഇന്നത്തെ വള്ളക്കടവ്, തകർന്ന് കാട് പിടിച്ചു കിടക്കുന്ന ബോട്ട് ജെട്ടിയും വർക്കല കുന്നിൻ്റെ ഹൃദയം കുത്തിത്തുറന്നുള്ള തുരങ്കവും മാത്രമാണ് പാർവതി പുത്തനാറിനെ ചരിത്രത്തിൻ്റെ ഭാഗമായി അടയാളപ്പെടുത്തുന്ന വസ്തുതകൾ. മനുഷ്യ ശക്തി കൊണ്ട് തിരുവിതാംകൂറിലെ പ്രധാന കായലുകളെയും ചേർത്തിണക്കിക്കൊണ്ട് ഗതാഗതാവശ്യത്തിനായി നിർമ്മിച്ച കനാലായിരുന്നു പാർവതി പുത്തനാർ. ഗർഭശ്രീമാനെന്ന് ലോകമറിഞ്ഞ തിരുവിതാംകൂർ ചക്രവർത്തി സ്വാതി തിരുനാളിന് മുമ്പ് റീജൻ്റായി, അതായത് സ്വാതി തിരുനാൾ പ്രായപൂർത്തിയാകാത്തതിനാൽ പകരം വന്ന ആൾ, ഭരണം നടത്തിയ ഗൗരി പാർവതിബായിയുടെ മനസ്സിലാണ് ഇങ്ങനെയൊരു ആശയം ആദ്യം രൂപമെടുത്തത്. അന്ന് കൊല്ലത്തും ആലപ്പുഴയിലും കൊച്ചിയിലുമൊക്കെ കരമാർഗം ചരക്കെടുക്കാൻ പോയി വന്ന കച്ചവടക്കാരുടെ പ്രയാസങ്ങളാണ് റാണിയെ ഇത്തരമൊരു കനാലിൻ്റെ നിർമ്മിതിക്ക് പ്രേരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. അതല്ല, തിരുവിതാംകൂർ ഭരണകർത്താക്കളുടെ കുലക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപമെന്ന ചടങ്ങിന് പുഷ്പങ്ങളും മറ്റും കൊണ്ടുവരുന്നതിനായിരുന്നു ഈ കനാലിൻ്റെ നിർമ്മിതിയെന്നും പറയപ്പെടുന്നുണ്ട്. 1821 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ അനന്തപുരിയോട് അടുത്ത് കിടക്കുന്ന പ്രധാന കായലുകളായ വേളിക്കായലിനെയും കഠിനകുളം കായലിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ജലപാതയുടെ നിർമ്മിതി ആരംഭിച്ചത്. ഇന്നത്തെ പടിഞ്ഞാറെ കോട്ടയ്ക്ക് അടുത്ത് കിടക്കുന്ന കൽപ്പാക്കടവിൽ നിന്നുമായിരുന്നു പാർവതി പുത്തനാറിൻ്റെ ആരംഭം. വളരെ വീതിയിൽ കെട്ടുവള്ളങ്ങൾക്കും ചരക്കുവള്ളങ്ങൾക്കുമൊക്കെ സഞ്ചരിക്കുന്നതിനായി സൗകര്യമൊരുക്കിക്കൊണ്ടായിരുന്നു കനാലിൻ്റെ നിർമ്മാണം. കൽപ്പാക്കടവ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ചാക്കയിൽ ഇന്നത്തെ പാലത്തിന് സമീപമായി കെട്ടുവള്ളങ്ങൾക്കുള്ള വിശ്രമസ്ഥലം ഉൾപ്പെടെ ഒരു ജെട്ടിയും അന്നുണ്ടായിരുന്നു. കനാൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ അതിന് മഹാറാണിയോടുള്ള ബഹുമാനസൂചകമായി പാർവതി പുത്തനാർ എന്ന് പേരിടുകയായിരുന്നു. വേളിക്കായലും കഠിനകുളം കായലും തമ്മിൽ കനാൽ വഴി ബന്ധിച്ചതോടെ തിരുവിതാംകൂറിലെ ജനങ്ങളുടെ ദീർഘയാത്രകളും ചരക്കു നീക്കങ്ങളും കൽപ്പാക്കടവ് മുതൽ വർക്കല വരെ സുഗമമായി നടന്നു. പക്ഷേ വർക്കലയ്ക്ക് അപ്പുറമുള്ള ഒരു ജലപാതയെപ്പറ്റി അന്ന് ചിന്തിക്കുവാൻ കഴിഞ്ഞിരുന്നില്ലെന്നായിരുന്നു സത്യം. പാതയ്ക്ക് തടസ്സമായി നിന്നിരുന്നത് പ്രസിദ്ധമായ വർക്കല കുന്നായിരുന്നു. പക്ഷേ കൽപ്പാക്കടവിൽ നിന്നും വർക്കല വരെ എത്തുന്ന ചരക്കുകളും മറ്റും കുന്നുകയറ്റി അപ്പുറത്തിറക്കാനുള്ള സൗകര്യം അന്നുണ്ടായിരുന്നു. പരിമിതമായ എഞ്ചിനീയറിംഗ് സൗകര്യങ്ങൾ മാത്രമുണ്ടായിരുന്ന അക്കാലത്ത് പാർവതി പുത്തനാർ വർക്കല കുന്നുകൊണ്ട് അവസാനിച്ചു. 1829 സ്വാതി തിരുനാൾ തിരുവിതാംകൂറിൻ്റെ അധികാരമേറ്റെടുത്ത് ഒഴിയുന്നതുവരെ ഈ ജലപാതയ്ക്ക് പുരോഗമനപരമായ യാതൊരു മാറ്റവും സംഭവിച്ചില്ല. അതിനുശേഷമെത്തിയ മഹാരാജാവ് ഉത്രാടം തിരുനാൾ, അതായത് സ്വാതി തിരുനാളിൻ്റെ അനുജൻ, കൽപ്പാക്കടവ് മുതൽ കന്യാകുമാരി വരെ നീളുന്ന മറ്റൊരു പാതയ്ക്കാണ് തുടക്കം കുറിച്ചത്. അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ, അതായത് AVM കനാൽ എന്ന് പ്രസിദ്ധി നേടിയ ഈ സംരംഭം പക്ഷേ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയായിരുന്നു. പിന്നെയും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു പാർവതി പുത്തനാറിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ. വർഷങ്ങൾ ശേഷം ആയില്യം തിരുനാൾ മഹാരാജാവ് ഭരണത്തിലേറുകയും അദ്ദേഹം നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ പദ്ധതികളുടെ കൂട്ടത്തിൽ പാർവതി പുത്തനാറിൻ്റെ വികസനവും ഉയർന്നു വന്നു. അതിന് പ്രകാരം മഹാരാജാവിൻ്റെ ദിവാനായിരുന്ന സർ മാധവറാവു
പൊതുമരാമത്ത് വകുപ്പ് പുനഃസംഘടിപ്പിക്കുകയും ബ്രിട്ടീഷുകാരനായ പ്രശസ്ത എഞ്ചിനീയറിംഗ് വില്യം ബാർട്ടനെ ഇതിൻ്റെ ചീഫ് എഞ്ചിനീയറായി അദ്ദേഹം നിയമിക്കുകയും ചെയ്തു. വില്യം ബാർട്ടൻ്റെ നേതൃത്വത്തിലാണ് എഞ്ചിനീയറിംഗ് വിസ്മയമായി ഇന്നും വാഴ്ത്തപ്പെടുന്ന വർക്കല തുരപ്പ് സൃഷ്ടിക്കപ്പെട്ടത്. അതോടെ പാർവതി പുത്തനാർ വർക്കല കുന്നിന് ഇപ്പുറം കടന്നു. അതോടെ തിരുവനന്തപുരം ഷൊർണൂർ കനാലിൻ്റെ അതായത് TS കനാൽ പൂർത്തീകരണം യാഥാർത്ഥ്യമായി. 1877 വർക്കല തുരപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമായിരുന്നു മാറിമറിഞ്ഞത്. തിരുവനന്തപുരത്തു നിന്നും നേരിട്ട് പാർവതി പുത്തനാറ് വഴി TS കനാലിലൂടെ ഷൊർണൂർ വരെ പോകാമെന്ന സൗകര്യം നിലവിൽ വന്നതോടെ ആലപ്പുഴയും കൊല്ലവും കൊച്ചിയുമൊക്കെ ചരക്കുനീക്കങ്ങളാൽ തിരക്കുള്ള ഇടങ്ങളായി മാറി. തിരുവിതാംകൂറിൻ്റെ ഭരണചരിത്രത്തിലെ നാഴികക്കല്ലായി ഈ സംഭവം വിലയിരുത്തപ്പെട്ട ഈ സംഭവത്തോടെ വർഷങ്ങളോളം ജലവാഹനങ്ങളെയും വഹിച്ചുകൊണ്ട് പാർവതി പുത്തനാർ ആഢ്യത്തോടെയൊഴുകി. ഇന്നത്തെ വള്ളക്കടവ് മുതൽ വർക്കല വരെയുള്ള കനാലിൻ്റെ തീരങ്ങൾ അവിടവിടെ ബോട്ട് ജെട്ടികളും നിലവിൽ വന്നു. അതിനനുസരിച്ച് വൻകിട ചെറുകിട കച്ചവടങ്ങളും ഈ തീരങ്ങൾ ഉയർന്നു വന്നു. കാലം ഏതൊരു മുന്നേറ്റത്തിനും അവസാനമിടുമെന്ന ചൊല്ല് ഇവിടെയും യാഥാർത്ഥ്യമായി. മോട്ടോർ വാഹനങ്ങളുടെ കടന്നുവരവ് പാർവതി പുത്തനാറീശന ജനങ്ങളുമായുള്ള അകലം കുറച്ചു. വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളെ ബന്ധപ്പെടുത്തി തിരുവിതാംകൂറിൻ്റെ ബസ് സർവീസ് നിലവിൽ വന്നപ്പോൾ പാർവതി പുത്തനാറിനെയും TS കനാലിനെയും ജനം പാടെ മറന്നു. ഒടുവിൽ എല്ലാ ചരിത്രങ്ങളുടെയും വിധി പോലെ ഒരു കീറിയ ഏട് മാത്രമായി പാർവതി പുത്തനാറും വർക്കല തുരപ്പും മാറി. ഇന്ന് കനാലിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ടൂറിസം ലക്ഷ്യം വെച്ച് നടക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം ഫലവത്താകുമെന്ന് പറയാൻ വയ്യ. മണ്ണുമൂടി കിടക്കുന്ന വർക്കല തുരപ്പും ഏകദേശം നവീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് കൽപ്പാക്കടവിലും ചായക്കടയിലുമൊക്കെ മാലിന്യമടിഞ്ഞ് കരയേത് കനലേത് എന്ന് അറിയാത്ത സ്ഥിതിയിലേക്ക് പാർവതി പുത്തനാർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക.